അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വയനാട്ടിലേക്കുള്ള യാത്ര തിരിച്ചു കേട്ടോ. ഒരു 8:30 ഞങ്ങൾ ഇറങ്ങാനുള്ള സമയം പറഞ്ഞതെങ്കിലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാനിത് രണ്ടാമത്തെ വട്ടാട്ടാ വയനാട് പോണേ. ആദ്യം പോയ ടൈമിൽ എനിക്ക് ഒരുപാടൊന്നും കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല, കാരണം ഒരു 2 ഡേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം അത്യാവശ്യം കവർ ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. 12 മണിക്കാണ് ഞങ്ങൾക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ടുള്ള ടൈം കേട്ടോ. അപ്പോൾ ചുരം കയറുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ലേറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതും ഇതൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ നേരെ അവിടെ നിന്ന് വണ്ടി എടുത്തു. ഞങ്ങളൊരു 8 പേരായിട്ടാണ് പോയിണ്ടായിരുന്നത് കേട്ടോ. അതിലൊരു 4 പേർക്ക് പക്ക പ്ലാനിങ് ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഞങ്ങൾക്ക് അത്യാവശ്യം സ്ഥലങ്ങൾ കവർ ചെയ്യാമെന്ന് മാത്രമായിരുന്നു ഞങ്ങളുടേതായ കുറച്ച് ആഗ്രഹങ്ങൾ. പക്ഷെ അവരൊരു പ്ലാനിങ് അനുസരിച്ചിട്ടാണ് ഈ ഒരു ട്രിപ്പ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥലങ്ങൾ കവർ ചെയ്യുന്നതിൽ കൂടി അവർ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു മാറി നമ്മുടേതായ കുറച്ച് ടൈം ഒരു സ്ഥലത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നു, അത്രയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ ആദ്യം അതൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഓക്കെ, നല്ല രസമായി. കാരണം ഞങ്ങൾ 8 ആളുമായിട്ട് പോകുന്ന ആദ്യത്തെ ട്രിപ്പാണത്. അതിലൊരു 2 ദിവസം ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും എല്ലാവരും മനസ്സിലാക്കാനും ഒരാളെങ്ങനെയാണ് ആളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എല്ലാം നമുക്ക് മനസ്സിലായി. എല്ലാവരും ഒരേ വേവ് ലെങ്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബോറടിയിലാണ് ഞങ്ങൾ അവിടെ എത്തി. 12 മണിക്കാണ് ഞങ്ങളിപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പറഞ്ഞതെങ്കിലും ഏകദേശം ഒരു 12:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് റൂമിൽ എത്താനായിട്ട് പറ്റി. അവളൊരു വിഷമം എന്താ വെച്ചാൽ വ്യൂ പോയിന്റിൽ നിന്ന് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ആ ഒരു ടൈമിൽ നല്ല തിരക്കായിരുന്നു, നല്ല റഷ് ഉണ്ടായിരുന്നു. ഒരുപാട് വണ്ടികൾ ഓൾറെഡി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് വെറുതെ പോലീസുകാരെ കൊണ്ട് പോ എന്ന് പറയാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ നാളേക്ക് നാളേക്ക് ഷിഫ്റ്റ് ചെയ്തും കണ്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയി. നല്ലൊരു മഴയൊക്കെ കിട്ടി. ജസ്റ്റ് സ്വിമ്മിംഗ് പൂളും ആ സാധനങ്ങളൊക്കെ ചുറ്റി പോയിട്ടൊന്ന് കണ്ടു. ഈ റൂമിൻ്റെ കറക്റ്റ് പേരെനിക്ക് ഓർമ്മയില്ല. അത്യാവശ്യം നല്ല വേർത്തായിരുന്നു, നല്ല പ്രൈവറ്റായിരുന്നു. ഇനി അടുത്ത കലാപരിപാടികൾ അടുത്ത വീഡിയോയിൽ കാണേ.